എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഈസി റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ സ്വീറ്റ് ആയിട്ടുള്ള തേൻ നെല്ലിക്ക ഒക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ വീട്ടിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് എടുത്തിട്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സ്വീറ്റ് തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ 10 നെല്ലിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, പച്ച നെല്ലിക്ക. അപ്പോൾ അത് ഇവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഈ നെല്ലിക്കയുടെ മുകളിൽ കുറേ ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫോർക്ക് യൂസ് ചെയ്യായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്, കുറേ ഹോൾസ് ഇടുന്നതിന്. ഹോൾസ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആ സ്വീറ്റ് ആയിട്ടുള്ള ആ തേൻ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതിൽ എത്രയും പെട്ടെന്ന് പിടിച്ച് കയറുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളതിൽ ഹോൾസ് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഹോൾസ് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ ഹോൾസ് ഇടേണ്ട ആവശ്യമില്ല, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ തേൻ നെല്ലിക്ക ഒന്ന് സെറ്റ് ആവാൻ ഇങ്ങനെ ചെയ്യുമായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന നെല്ലിക്ക എന്ന് പറയുന്നത് നല്ല ഡാർക്ക് കളറായിട്ടുള്ള നെല്ലിക്ക എടുക്കരുത്. നമ്മൾ ഒരു 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 ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ടുള്ള കളറ് നെല്ലിക്ക എടുത്തോളണം. പിന്നെ ആവശ്യത്തിന് വലുപ്പമുള്ളത് എടുത്തോളണം. അങ്ങനെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന 10 നെല്ലിക്കക്കും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിത് വേവിച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിൽ നമ്മൾ ഈ നെല്ലിക്ക വെച്ച് കൊടുക്കുക. ദെൻ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. ദെൻ അതിലേക്ക് നമ്മൾ ഈ നെല്ലിക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറേ അധികം ഒഴിച്ച് കൊടുക്കരുത്, നമ്മളുടെ നെല്ലിക്ക ഒന്ന് മുങ്ങാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ദെൻ ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ നെല്ലിക്ക ഇപ്പം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഊറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഒരു വലിയൊരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു നെല്ലിക്ക ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഈ ഒരു തേൻ സിറപ്പിന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഏലക്കായ കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നാകെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ട് നല്ല പൗഡർ പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് അല്പം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ചെയ്തത് സ്റ്റവ് ഓഫ് ആക്കിയിട്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ സ്റ്റവ് ഓൺ ആക്കി കൊടുക്കുക. ദെൻ നമ്മളതൊരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കുക. ദെൻ കുറച്ച് ടൈം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യും തോറും അതിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പം നിങ്ങൾക്ക് ഇത് കരിഞ്ഞു പോകുന്ന പേടി തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഇനിയിപ്പോൾ പാന് നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ദെൻ എഗെയിൻ അത് മൂടി വെക്കുക. അങ്ങനെ ചെയ്യായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പഞ്ചസാര ഉണ്ടല്ലോ, അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക, ദെൻ ഇളക്കി കൊടുക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ പഞ്ചസാരം അതുപോലെ തന്നെ ശർക്കര ഇങ്ങനെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ ലിക്വിഡ് പോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് നല്ലോണം ഉരുക്കി ആ ഒരു സിറപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ നെല്ലിക്കയിൽ ഇങ്ങനെ പറ്റി പിടിക്കണം. അപ്പോഴാണ് നമുക്ക് ഇത് തീ ഓഫാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ പഞ്ചസാരൊക്കെ ഓൾമോസ്റ്റ് ഉരുകിയിട്ടുണ്ട്. ഇനി ആ ഒരു ശർക്കരയും കൂടിയും കംപ്ലീറ്റ് ഉരുകിയാൽ നമുക്ക് ഇത് ഓഫാക്കി കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പിന്നെ ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നുള്ളൂ. അത് നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറൊരു മെത്തേഡും കൂടിയും ഇത് ഉണ്ടാക്കുന്നതിനുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ശർക്കരയും കൂടിയും ഇതിൽ മെൽറ്റായി പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ തേനിലേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നെല്ലിക്കയുടെ കളർ തന്നെ മാറിയിട്ട് നമ്മളുടെ ശരിക്കും ആ ഒരു തേനിൻ്റെ കളറായി വന്നിട്ടുണ്ട്. ആ കളർ കൊടുക്കുന്നതാണ് നമ്മുടെ ശർക്കര എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏലക്കൊക്കെ എടുത്ത് കളയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്ക ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ജാറിലൊക്കെ എടുത്ത് വെച്ചാൽ കുറേ ദിവസം ഇത് നാശമാവാതെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞാമിനാസ് റെസിപ്പീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്